ഒരു കവിതയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം സാവകാശം തന്നോർ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ നടത്തിയ പ്രോഗ്രാമില്ല. സ്വല്പം കൂടെ പ്രായമായവർക്ക് ഇരിപ്പുണ്ട്. അവരുടെ പ്രോഗ്രാമുകളെ കാണാൻ സന്തോഷമുണ്ടായിരുന്നു. 50 വയസ്സിന് അകമുള്ളവരെ യൗവനക്കാരുടെ കൊടുത്ത് കൂട്ടാം. എനിക്ക് 47 വയസ്സേ ആയിട്ടുള്ളൂ. ഓൺലി 47. രക്ഷിക്കപ്പെട്ട വയസ്സേ ഞാൻ പറഞ്ഞത്. ഇനി ഞാനത് അവതരിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ലൂക്ക് 15. അതിലെ ഒരു സംഭവം കവിതാരൂപത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പണ്ട് പണക്കാരനായ ഒരു അപ്പച്ചന് 2 സന്താനങ്ങൾ ഉണ്ടായിരുന്നു. പണ്ടായിട്ടും 2 സന്താനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ ഫാമിലി പ്ലാനിങ്ങിനുള്ള സമയമല്ലായിരുന്നു. ഞാൻ അന്ന് 7ാമത്തെ 7 മക്കളിൽ ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് ഉണ്ടായി? പറയാം. ഒത്തിരി പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരപ്പനും എന്നെ പോലൊരു പ്രായമുള്ള ഒരു അപ്പച്ചനും 2 മക്കളെ കുറിച്ചാണ് അതിൻ്റെ അകത്ത് ബൈബിൾ കാണിക്കുന്നത്. മൂത്ത മകൻ, ആരുടെ 3 പേരുടെ പേരറിയത്തില്ല. അപ്പൻ, മൂത്ത മകൻ, ഇളയ മകൻ. അമ്മയുടെ കാര്യം പ്രസംഗിച്ചു പോലും ഞാൻ ആരും കേട്ടിട്ടില്ല. അമ്മയ്ക്ക് എന്ത് പറ്റി പറയാം. ചെറുപ്രായം തന്നെ കുഞ്ഞുങ്ങളെ മാതാവാണ് വേണ്ട ആത്മീയ കൈത്താങ്ങളെ കൊടുത്ത് വളർത്തുന്നത്. ബൈബിളിലെ സ്റ്റോറി പറഞ്ഞ് പഠിപ്പിക്കുക, അതുപോലെ തന്നെ പാട്ടുകൾ പഠിപ്പിക്കുക, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഒരു 90% അമ്മമാരുടെ ജോലിയായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് 10% ബാക്കിയുള്ളത്. ഈ മൂത്ത മകനെ ഈ അമ്മ ഈ രീതിയിലൊക്കെ വളർത്തി ഞായറാഴ്ച ദിവസം അഥവാ അപ്പനോത്ത് ചർച്ചയ്ക്ക് പോകാനും. എന്നാൽ 2ാമത്തെ മോനെ ഈ ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയില്ല. ഇവന്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചിരുന്നു എന്ന് ഞാൻ സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഞായറാഴ്ച മൂത്ത മകനും അപ്പനുമായിട്ട് ദേവാലയത്തിൽ പോകും ആരാധനിക്കാൻ. ഈ 2ാമത്തെ മകൻ കീശ നിറച്ച് പൈസയുമായിട്ട് പട്ടണത്തിൽ പോയി ചുറ്റിക്കറങ്ങാൻ കൂട്ടുകാരും. അങ്ങനെ അവൻ ആ ലൈനിലായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ ധാരാളം കൂട്ടുകാരൊക്കെ അവന് കിട്ടി. ഓരോ പ്രാവശ്യം തുറന്ന് ഒരു കൂട്ടുകാരൻ നല്ല പൈസക്കാരൻ്റെ വീട്ടിൽ വരുമ്പോഴാകട്ടോ ഒരു കീറിയ പാൻറ്റുമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ ചോദിച്ചു, എടാ നീ ഇങ്ങനെ പാൻറ്റ് കീറിയറിയണം. എന്തോടാ നീ പറയുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാ 3000 രൂപയുടെ ജീൻസ് പാൻറ്റായിരുന്നു. ഈ കീറിയ പാൻറ്റ് ഇതൊരു ഫാഷനായിട്ട്. അയ്യോ, കീറിയ പാൻറ്റിടുന്നു ഫാഷനാണ്. കാലം പോയ പോക്ക്. പണ്ട് പണക്കാരനായ 2 സന്താനങ്ങൾ ഉണ്ടായിരുന്നു. 2ാമതൊരു ദിനം അപ്പനോടുള്ളത്, അപ്പാ എനിക്കുള്ള വീതം വകുക്കുക. ഈ വീടും ചുറ്റുപാടും അടുത്ത് ഞാൻ ഈ നാട്ടിലെന്നുള്ള ഭാഷ ചെയ്യാത്തതായി വീഡിയോയോ TV റേഡിയോ പോകട്ടെ ഒരു ടേപ്പ് റെക്കോർഡ് പോലും ഇല്ലാത്ത ജീവിതം എങ്ങനെ ഇവർ സഹിക്കും? നമ്മുടെയൊക്കെ വീട്ടിൽ എന്താ സാധനങ്ങളാവുന്നത്? ഇപ്പോഴെല്ലാം കൈക്കകത്തല്ലേ മുഴുവൻ. ഈ മകൻ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് അപ്പനോട് പറഞ്ഞപ്പാ എൻ്റെ വീട് എനിക്ക് പുറത്ത് തരണം. ഇപ്പോഴാണെങ്കിലും എത്ര മക്കളുണ്ട് അവർക്ക് തുല്യ വീതം. അപ്പനൊരു വീതം, മൂത്ത മോനൊരു വീതം, ഇളയ മോൻ. മോനോട് പറഞ്ഞ മോനെ ഒരാഴ്ച കഴിയട്ടെ. അദ്ദേഹത്തിനെ വിളിച്ചു, വസ്തുക്കളെല്ലാം അളന്നു, മറ്റേ മൃഗസമ്പത്തിലെല്ലാം നോക്കി 3ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവനെ വിളിച്ചു, ഇതാ എന്റെ സംഭവം. ഇവനെ മറ്റൊന്നും വേണ്ട, പണവും സ്വർണവും മാത്രം മതി. പിന്നെ യാത്ര അയക്കാൻ ബന്ധുക്കളും എല്ലാം വീട്ടിൽ വന്നു, അയൽവക്കാരൊക്കെ വന്നു, വീട്ടിലെ ജോലിക്കാരെല്ലാം വന്നു. പെട്ടിപാണ്ടങ്ങൾ പേരി കൈവക്കി ടാറ്റാ ചൊല്ലി മോനെ, പെട്ടിപാണ്ടങ്ങൾ പേരി കൈവക്കി ടാറ്റാ ചൊല്ലി സുന്ദരക്കുട്ടൻ പുറപ്പെട്ടു പട്ടണം ലക്ഷ്യമായി. അവിടെ ആരായിരിക്കുന്ന പട്ടണത്തിൽ ഉണ്ട്. താമസം താനാക്കി 5 സ്റ്റാർ ഹോട്ടലിൽ ഒട്ടും കുറഞ്ഞില്ല. അവൻ ഞാൻ 19 വയസ്സ് വരെ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ കഴിയില്ല. താമസം താനാക്കി 5 സ്റ്റാർ ഹോട്ടലിൽ നിത്യം ഒരു ദിവസത്തെ അവന്റെ പ്രോഗ്രാം ഞാൻ പറയുന്നത്. നിത്യവും പിച്ചറും താപനയും മട്ടനും റൊട്ടിയും പട്ടയും കൂടി തൻ മുട്ടയും ഒക്കെ ഭുജിച്ചാൽ
നാൾ, അതായത് 2-3 വർഷക്കാലം ഈ 5 സ്റ്റാർ റോഡ് താമസിച്ചു. 5 സ്റ്റാർ റോഡ് താമസിച്ചൊരു പലരും കൂടെ കാണും അല്ലേ. പണ്ടൊക്കെ ബോംബെയില്, ഞാൻ ബോംബെയിൽ നിന്നാണ് വന്നല്ലേ, 5 രൂപയ്ക്ക് ഒരു ചായ കിട്ടുമായിരുന്നു. പക്ഷേ 5 സ്റ്റാർ റോഡ് ആ ടൈം 100 രൂപ കൊടുക്കുന്ന ചായ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറ്, ലഞ്ച്, അതുകൊണ്ടുള്ള വിലയാണ്. ഇവന് കൂട്ടുകാരൊക്കെ ധാരാളം ഉണ്ട്. 5 സ്റ്റാർ റോഡിലെ താമസമാണ്. ഇതിനകത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞു, പഴയ 38 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു കവിതയായിട്ട് അതിനകത്ത് ചില വാക്കുകൾ മനസ്സിലാക്കുന്നുണ്ട്. മട്ടനും റൊട്ടിയും പട്ടയും. പട്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായ പഴയ ആൾക്കാർ പറയും ചാരായ ആൽക്കോളിന്റെ പോലെ പട്ട എന്ന് പറയും. നാട്ടിലൊക്കെ കേരളത്തിൽ പോയാൽ വലിയ ബോർഡ് കാണാം, കള്ള ചാരായം. വിദ്യാഭ്യാസം കൂടുതലുകൂടി ഇപ്പം ഇംഗ്ലീഷിൽ കൂടി എഴുതി. അന്യ സംസ്ഥാനക്കാരും വന്നതോടുകൂടി ഇപ്പം ഹിന്ദിയിലുമാണ്. ദാരുകാൻ ഇതെല്ലാം ഇവൻ അനുഭവിച്ചു. ഞാൻ നാട്ടുകാരുടെ മധ്യവർഗത്തിന്റെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞങ്ങളുടെ അടുത്തൊരു ഷാപ്പുണ്ട്. സന്ധ്യയാകുമ്പോൾ എവിടുന്നും ആൾക്കാരൊക്കെ വന്നിട്ട് ഈ മദ്യം കുടിച്ചിട്ട് റോഡിൽ അസഭ്യം പറഞ്ഞു പോകുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു ഇതൊക്കെ നിർത്തണം. ഞങ്ങൾ പുറകെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. അത് പിന്നെ ഈ അസഭ്യം പറയുന്നത് നിർത്തി, കള്ളോട് നിർത്തുന്നില്ല, അസഭ്യം പറയുന്നത് നിർത്തി. എൻ്റെ വീട്ടിൽ ഒരു 3 പർവ്വങ്ങാകലെ ഒരു ഷാപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് പറഞ്ഞു ഈ ഷാപ്പ് ഒന്ന് മാറ്റിത്തരാൻ നല്ല പദ്ധതി ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് ഗവൺമെന്റ് അംഗീകാരമുള്ള, ഗവൺമെന്റ് ലൈസൻസ് ഉള്ള ഷാപ്പാണ്, ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഞങ്ങളെല്ലാം സ്വരൂപിച്ചിട്ട് മധ്യവർഗ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ഈ ഷാപ്പിന് ഒരു 2 കൊല്ലം അകലെയായിട്ട് വലിയൊരു മൈതാനമുണ്ട്. ആ മൈതാനത്ത് വലിയൊരു കൺവെൻഷൻ മീറ്റിംഗ് നടത്താനായിട്ട് തീരുമാനിച്ചു. ആൾക്കാരെല്ലാം വലിയ സപ്പോർട്ടാണ് ഞങ്ങൾ. പുതുപ്പള്ളി കോട്ടയത്ത് ഒരു അച്ഛനുണ്ടായിരുന്നു, കുര്യാക്കോസ് അച്ഛൻ. ഈ കുര്യാക്കോസ് അച്ഛൻ ആ കോട്ടയത്തെ മധ്യവർഗ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചിട്ട് പറഞ്ഞു, കേരളത്തിൽ എവിടെ ആയാലും ഞങ്ങളുടെ ചെലവിന് ഞങ്ങൾ ഞങ്ങൾ പ്രോഗ്രാം നടത്താൻ. ആദ്യം പാട്ടുണ്ട്, പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, മദ്യത്തിനെ കുറിച്ചുള്ള മെസ്സേജ്, പിന്നെ ഒരു കഥാപ്രസംഗം. പണ്ടൊക്കെ കഥാപ്രസംഗം എന്ന് കേട്ടാൽ എല്ലാവർക്കും വലിയ ഹരമാണ്. ഈ മൈതാനം മുഴുവൻ 6 മണിയാളത്തേക്ക് ആൾക്കാരെല്ലാം നടന്നു. അച്ഛന് മെസ്സേജ് കൊടുത്തു. അത് കഴിഞ്ഞ് കഥാപ്രസംഗം തുടങ്ങി. കഥാപ്രസംഗത്തിന്റെ ഒരു കാര്യം മാത്രം ഞാൻ വളരെ പേര് ആഗ്രഹിക്കുന്നു. റപ്പായി എന്ന് പറയുന്ന ഒരു പണക്കാരനാണ്. ഷാപ്പിന് ഒരു പറഞ്ഞ അകലെയാണ് ഇദ്ദേഹത്തിന്റെ വീട്. എന്നും വൈകിട്ട് കുടിക്കും. 2 കാലം അദ്ദേഹം ഷാപ്പിൽ വരുന്നത്, പക്ഷെ 4 കാലം വീട്ടിൽ വരുന്നത്. പലപ്പോഴും അയൽവക്കത്തുകാരും വേണ്ടപ്പെട്ടവരൊക്കെ ഇദ്ദേഹത്തെ പിടിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കുക പതിവ്. ഒരു ദിവസം ഞായറാഴ്ചയായിരുന്നു, ദിവസം കൂടിപ്പോയി, നടക്കാൻ വയ്യ, പകുതി വഴിയായി ഗട്ടറിന് വീട് പോയി. അവിടെ വീടിന്റെ ഛർദിച്ച് കഴിഞ്ഞ് ആകെപ്പാടെ കുറഞ്ഞ് ആൾക്കാരൊക്കെ റോഡിന്റെ സൈഡിൽ കൂടെ അകലെ മാറിപ്പോകും. അതുവഴി ഒരു പട്ടി വരും. പട്ടിക്ക് ഇറച്ചി വളരെ ഇഷ്ടമല്ല. ഛർദിച്ച പോലുള്ള ചിക്കന്റെ പീസും ബീഫിന്റെ പീസും ഒക്കെ ഉണ്ടാക്കി ഇത് തിന്നാനായിട്ട് ആ പട്ടി വരും. പട്ടിയുടെ സ്വഭാവം എന്ന് പറയാം, വലിയ പണക്കാരന്റെ വീട്ടിലെ പട്ടിയാണെങ്കിലും വഴിയെ നടക്കുന്ന പട്ടി, അതിന് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അത് മണപ്പിച്ചിട്ടുണ്ടല്ലോ, അതിന് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ സ്വതസിദ്ധമായ ഒരു പരിപാടിയൊക്കെ നടത്തി അത് ഇങ്ങനെ റെപ്പായിയുടെ മുഖത്തോട്ട്. അപ്പൊ റെപ്പായി പറഞ്ഞ ദിവസം ഒരു വാക്ക് ഉറക്കമാറിയാണ്, വല്ലതും മനസ്സിലാകില്ല. അദ്ദേഹം വിചാരിച്ചത് മഴ പെയ്താൽ ചാരി അദ്ദേഹം ഇടിവെട്ടി പെയ്യട്ടെ, മഴ ഇടിവെട്ടി പെയ്യുന്ന അദ്ദേഹം എന്ന് പറഞ്ഞു. ബൈബിളില് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം കാണില്ലെന്ന് കൊടുത്തിട്ടുണ്ട്. താമസം താനാകി വൈശാലോട് നിത്യവും പിച്ചോറും കാവലെ നിത്യവും മണ്ണും കൊട്ടിയും പട്ടയും കോഴുതൻ മുട്ടയും ഒക്കെ ഭുജിത്താലൊടുന്നാൾ പൈസ കാലിയായി അവൻ ഇറങ്ങിട്ട് വരും. വൈശാലോടെ താമസം മാറ്റി ഫുട്പാത്തിലെ ആഹാരവും കടത്തിന്റെ ഉറക്കവുമായി അങ്ങനെ ഇരുന്നപ്പോൾ പിറ്റേ ദിവസത്തി ഫുട്പാത്തിൽ അവന് ആഹാരത്തിനോട്
പലയിടത്ത് ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ശരീരം കണ്ടിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ജോലി തരണം, നിനക്ക് എന്തോ ജോലി, എനിക്കെല്ലാം അറിയാം, എന്ത് പറഞ്ഞാൽ അതെല്ലാം ചെയ്യാൻ പറ്റും. ആ പറഞ്ഞു ഞങ്ങൾക്ക് പന്നിയുണ്ട്, പിക്കാണ്, അതിനെ തീറ്റാൻ നിനക്ക് അറിയാമോ, അത് ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരുണ്ട്, ഈ തേങ്ങയാണ് ഈ അവിടെ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പന്നിയുടെ തീറ്റ എന്താ ചോദിച്ചാൽ ധാന്യങ്ങൾ, ഡാലുണ്ട്, അതുകൊണ്ടുണ്ട് പയറുവർഗ്ഗം, ഇതെല്ലാം കൂടെ വലിയൊരു പാത്രത്തിന്റെ കൂത്ത് വെക്കും. അതിന്റെ കൂടെ പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, വെള്ളം പിണ്ണാക്ക്, ഈ 3 പിണ്ണാക്കും കൂടെ ഇവിടെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. രാവിലെ ആകുമ്പോൾ ഒരു പരുവത്തിന് ആകും. അപ്പൊ ആദ്യത്തെ ദിവസം ഇവന് ഇതിന് കൊടുത്തു, ഇതിന് 2 പ്രാവശ്യം കുളിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് കൊടുത്തു, 2ാമത്തെ ദിവസം കൊടുത്തു. ഇന്ന് നോക്കി പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. അവൻ പറഞ്ഞു ഇതാ ആഹാരം ധാരാളം മതി എന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം ഇതിന് കൊടുക്കുക, ഒരു കൈ വാലിട്ടൊന്ന് ഈ പന്നിയുള്ള ഇതിനെ ഓടിച്ചു. പന്നി തന്നെ ഭക്ഷണം കട്ടുപൂജിക്കുവാൻ ചെറുമാനെങ്കിലും പന്നി കൊടുക്കുമോ? അന്ത്യമായ നല്ല സുബോധം ലഭിച്ച, ഇതുവരെ ഇത് കാണിച്ചത് സുബോധം ഇല്ലാത്ത, അന്ത്യമായ നല്ല സുബോധം ലഭിച്ചപ്പോൾ സ്വല്പം മാനസാന്തരമായി സ്വന്തം വീട്ടിൽ തന്നെ പോകുവാൻ ഉറച്ചുതാൻ. വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം 1.5 മൈൽ നടക്കണം. ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. നടന്നു പോകും. വീടിന്റെ 2 പറഞ്ഞ ഇപ്രായമുണ്ട്. പഴയ വീടുകളൊക്കെ നോക്കിയിട്ടുണ്ടേ, അതെല്ലാം പഴയ വീട്, കൊച്ചു വീടുകളൊക്കെ ആയി. അതെല്ലാം 2 നില ബിൽഡിങ്ങും ഒക്കെ ആയി. കാർപ്പുറത്തൊക്കെ ചുറ്റിനും മതിലൊക്കെ കിട്ടി. എന്താ സംഭവം? ഇവന്റെ കൂടെ പഠിച്ച ആൾക്കാരെ ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ വന്ന് നല്ല ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ പണ്ട് വീടുകളൊക്കെയാണ്. ഇവന്റെ വീട് അടുക്കാറായി. അടുക്കാറുണ്ട് നോക്കിയുള്ള ഇവന്റെ വീട് കൂടെ തന്നെയാണ്. പഴയ വീടും തല്ലിപ്പൊളിച്ച് പുതിയ മോഡലുള്ള വീട് പണിതിരിക്കുന്നു. താനൊന്ന് സംശയം നോക്കി ഒന്ന് അടുത്തു നോക്കുന്ന ഒരു 6.5 അടി ഉയരത്തില് ചുറ്റുപാട് മുഴുവൻ മതിൽ കെട്ടിയിരിക്കുകയാണ്. ഒരു എക്സി മിലിറ്ററിക്കാരനാണ് AK-47 റൈഫിളുമായിട്ട് കാവൽ നിൽക്കുന്നത്. ഇവൻ ദൂരെ നോക്കി ഉടനെ ഇവന്റെ വീട് തന്നെയാണ്. പീസ് കോട്ടയം ഇവന്റെ വീട് തന്നെയാണ്. അകലെ പൂമുഖത്ത് ഒരു പ്രായം ചെന്നൊരു അപ്പച്ചന് ന്യൂസ് പേപ്പർ വായിച്ചോണ്ടിരിക്കും. മനസ്സിൽ എന്റെ അപ്പച്ചൻ തന്നെയാണ്. തലമുടി കുറച്ച് നനച്ച്, എന്നെ പോലെ എന്നെക്കാളും തലമുടി നനച്ച് പേപ്പർ വായിച്ചോണ്ടിരിക്കുന്നു. ഇവൻ വാച്ച്മാനോട് പറഞ്ഞു, എന്നെ അകത്തോട്ട് കയറ്റുള്ളൂ, നിന്നെ അകത്തോട്ട് കയറ്റുള്ളൂ. കർമ്മക്കാരും വന്നാൽ കുറഞ്ഞ 10-50 പേരെങ്കിലും ഇവിടെ കയറി. ഇവർക്കെല്ലാം 5 രൂപ കൊടുത്ത് കിട്ടണമെന്ന് എന്നോട് പറഞ്ഞത്. ഇത് 5 രൂപ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ 2ാമത്തെ മോനാണ്. ആ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ അപ്പച്ചനാണ്, എന്റെ ഡാഡിയായിരിക്കുന്നത്. എന്റെ കുഞ്ഞെ കഴിഞ്ഞ ആഴ്ച ഒരാള് വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ അമേരിക്കയിലെ പ്രസിഡന്റായ ഒബാമ എന്റെ അകത്തോട്ട് കയറ്റിവിടാനോ കണ്ണനോടൊന്നും തലമുടിയൊക്കെ പറ്റ വെട്ടിയ നീഗ്രമായിരുന്നു. എടാ ഇങ്ങനെ പലരും വരും, കാണുന്നവരുടെ അകത്തേരിയോടാണ് എനിക്ക് ശമ്പളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവനെ കണ്ട വീട് നല്ല മീശയൊക്കെ വെച്ച് റൈഫിളൊക്കെ തൂക്കിയിട്ട് അപ്പോഴേ അവര് ഓ വാച്ച്മാൻ, ആ പയ്യൻ അകത്തോട്ട് കയറി ചെന്നിട്ട് ഈ അപ്പന്റെ കാക്ക പ്രധാനമാണ് വീട്. അപ്പൊ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തൊരു ഭാവിയാണ് എന്നെ കൈക്കൊള്ളുമോ? നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തൊരു ഭാവിയാണ് ഞാൻ. നിന്റെ ഒരു വേലക്കാരൻ അതിനെ പോലെ എന്നെ കാണണം, എന്നെ കൈക്കൊള്ളുന്നു. അപ്പനെ ആടി മുളച്ചത് തലമുടിയൊക്കെ വളർത്തി. അപ്പന് മനസ്സിലായി എന്റെ മോനാന്ന് മനസ്സിലായി. 2-3 വർഷം കഴിഞ്ഞെങ്കിൽ അപ്പന് മനസ്സിലായി. വർഷങ്ങൾക്ക് മുൻപ് എന്റെ മകന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ആനിവേഴ്സറി ഉണ്ടായിരുന്നു. ആ ആനിവേഴ്സറിക്ക് ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നു. ഞാൻ അവനെ മേക്കപ്പ് ചെയ്തത്, തലയെല്ലാം ബാൻഡേജ് ചെയ്ത്, കൈ ഒക്കെ ബാൻഡേജ് ചെയ്ത്. എനിക്ക് മനസ്സിലായി ഇതെന്റെ മോനാണ്. പക്ഷെ ടീച്ചേഴ്സിനും മനസ്സിലായില്ല, സ്റ്റുഡൻസിനും മനസ്സിലായില്ല. എന്ന് പറഞ്ഞ പോലെ 10-100 പേരുടെ മതത്തിലാണെങ്കിലും അപ്പന് സ്വന്തം മകനെ മനസ്സിലാക്കണം. അപ്പനും പറഞ്ഞെന്താണെന്നറിയാമോ? പണ്ടുള്ളതൊക്കെ ഞാൻ എന്നെ മറന്നുപോയി. അപ്പന്റെ സ്നേഹമാണ്. പണ്ടുള്ളതൊക്കെ ഞാൻ എന്നെ മറന്നുപോയി. ചന്ദ്രിക ശോഭിത വേഗം കുളിച്ചു. ഇവിടെ കിട്ടും ചന്ദ്രിക ശോഭ, നല്ല ശോഭ. ഷേവ് ചെയ്ത് തപ്പിനായിട്ട് വന്ന് പുതിയ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് ബ്രൂട്ട് സ്പ്രേ ഒക്കെ ഇട്ട് അവന്റെ കൂട്ടുകാരൊക്കെ വന്നു
പ്രശ്നം ഇവിടെ ചെയ്തു. എന്നിട്ട് അപ്പം പറഞ്ഞ എൻ മകൻ എന്നെ പിരിഞ്ഞു പോയിട്ടിരുന്നു വന്നതിനാൽ വീട്ടിൽ ഉത്സവം കൊണ്ടാടും ഞാൻ. ആ നാട്ടുകാരെ സമുദായക്കാരെ എല്ലാം വിളിച്ചു, പെന്തക്കോസ്തുകാരെ എല്ലാം വിളിച്ച് ഭയങ്കര സദ്യ വന്നു. എൻ മകൻ എന്നെ പിരിഞ്ഞു പോയിട്ടിരുന്നു വന്നതിനാൽ വീട്ടിൽ ഉത്സവം കൊണ്ടാടും ഞാൻ. ചുരുക്കാണ്, സമയം കുറവുണ്ട്. ചേട്ടൻ ആ സമയത്ത് വന്നു. ചേട്ടനെ കുറിച്ചൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. ഈ ലോക പിതാക്കന്മാർ ഇത്ര വാത്സല്യമാവുകയും ഈ ലോകത്തിലെ പിതാക്കന്മാർ ഇത്രയും വാത്സല്യമാകും. സ്വർഗസ്നാകും പിതാവിന്റെ വാത്സല്യം എത്രയോ പാരമ്യമാക്കി ചിന്തിച്ചിടാം. സ്വർഗത്തിലെ അപ്പച്ചൻ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ മാത്രം സന്തോഷിക്കും. തീർച്ചയായിട്ടും സന്തോഷിക്കും. ഈ ലോകത്തിലെ അപ്പന് ഇത്ര സന്തോഷിക്കാമെങ്കിൽ എന്തുകൊണ്ട് സ്വർഗത്തിലെ അപ്പച്ചന് സന്തോഷിക്കാൻ ഇടയാകത്തില്ല? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, എണ്ണി എണ്ണി ചൊല്ലിടുവാൻ നാവുകൾ